കഴിഞ്ഞ ആഴ്ച വത്തിക്കാനിൽ എന്തൊക്കെ നടന്നു? മാർപ്പാപ്പ ലോകത്തോട് പങ്കുവച്ച കാര്യങ്ങൾ എന്തെല്ലാം? ഇതാ വത്തിക്കാൻ ഡയറിയുടെ പുതിയ എപ്പിസോഡ്. സെപ്റ്റംബർ 3-ാം തീയതി സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് കറുത്ത വസ്ത്രം ധരിച്ച ഒരു പറ്റം ബൈക്ക് യാത്രികർ കടന്നു വന്നപ്പോൾ ചിലരെങ്കിലും അമ്പരന്ന് പോയിട്ടുണ്ടാവണം. ഇവർ ആരാണ്? ഇവർ വന്നത് എന്തിനാണ്? അറിയാം ആ വിശേഷങ്ങൾ. ക്രിസ്ത്യൻ ജീസസ് ബൈക്കേഴ്സിലെ അംഗങ്ങളായിരുന്നു കറുത്ത വസ്ത്രം ധരിച്ച ബൈക്ക് യാത്രികർ. പൊതുദർശനത്തിന് ശേഷം പാപ്പയുമായി വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി 3 ദിവസത്തെ ബൈക്ക് യാത്ര നടത്തി ജർമ്മനിയിൽ നിന്നാണ് അവർ എത്തിച്ചേർന്നത്. ദരിദ്രരിൽ ദരിദ്രരായവരെയും ചൂഷണത്തിന് വിധേയരായ കുട്ടികളെയും സഹായിക്കുന്നതിനുള്ള മാർഗവുമായിട്ടാണ് അവരുടെ ആഗമനം. അതിനുള്ള വഴിയാണ് കസ്റ്റംഡ് ക്രൂയിസർ മോട്ടോർ സൈക്കിൾ പാപ്പയ്ക്ക് സമ്മാനിച്ച് ലേലം ചെയ്തത്. പാപ്പയ്ക്ക് സമ്മാനിച്ച BMW R18 മോട്ടോർ സൈക്കിളിൽ പാപ്പ തന്റെ ഒപ്പ് ചാർത്തുകയും ബൈക്കിൽ കയറിയിരിക്കുകയും ചെയ്തു. ആ സമയം കൂടി നിന്നവർ ആവേശത്തോടെ കൈയടിച്ചു. പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ബൈക്ക് ഒക്ടോബറിൽ മ്യൂണിക്കിൽ ലേലം ചെയ്യുകയും ലേലത്തുക മഡഗാസ്കറിലെ ഖനികളിൽ ജോലി ചെയ്യുന്ന കുട്ടികളുടെ ക്ഷേമത്തിനായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. ബൈക്ക് ഓടിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് താനെന്ന് പാപ്പ തന്നോട് പറഞ്ഞതായും, അപ്പോൾ എനിക്ക് തോന്നിയത് നമുക്ക് മോട്ടോർ ബൈക്ക് ഓടിക്കുന്ന ആദ്യ പാപ്പയെ കിട്ടിയല്ലോ എന്നുമായിരുന്നുവെന്നും ഡയറക്ടർ വോൾനർ അഭിപ്രായപ്പെട്ടു. പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത 2 സിലിണ്ടർ ബോക്സർ എഞ്ചിൻ ക്രൂയിസർ ബൈക്ക് ജർമ്മനിയിലെ വിറ്റ്സൽ കമ്പനിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 30ഓളം പേരടങ്ങുന്ന സംഘമാണ് വത്തിക്കാനിലെത്തിയത്. സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ വിശുദ്ധവാതിലിലും അവർ പ്രവേശിച്ചു. ജീസസ് ബൈക്കേഴ്സ് ക്ലബ് മറ്റു മോട്ടോർ ബൈക്ക് ക്ലബ്ബുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മാത്രം അംഗങ്ങളായുള്ള ക്ലബ്ബാണ് ഇത്. അവരുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ ബൈക്ക് ഓടിക്കാനും വാഹനമോടിക്കാനും നന്മ ചെയ്യാനും ആഗ്രഹിക്കുന്നവരുടെ കൂട്ടം. ജീസസ് മോട്ടോർ ബൈക്ക് ക്ലബ്ബിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടേതായ ചില ഉത്തരവാദിത്വങ്ങളുമുണ്ട്. ജീസസ് മോട്ടോർ ബൈക്ക് ക്ലബിന്റെ ക്യാപ്റ്റനും പ്രസിഡന്റുമാണ് അംഗത്വം നിശ്ചയിക്കുന്നതെന്നും അംഗങ്ങളിൽ ഒരാൾ പറഞ്ഞു. ആരാണ് ക്യാപ്റ്റനും പ്രസിഡന്റും എന്നറിയുമ്പോൾ ബൈക്ക് ക്ലബിന്റെ പൊതു സ്വഭാവം വ്യക്തമാകും. യേശു ക്രിസ്തുവാണ് പ്രസിഡന്റ്, പരിശുദ്ധാത്മാവാണ് ക്യാപ്റ്റൻ. ഫ്രാൻസിസ് മാർപ്പാപ്പ ജീസസ് ബൈക്ക് ക്ലബിലെ ഓണററി അംഗമാണ്. ലോകമെങ്ങുമായി ഇതുപോലെ 100-ലധികം ഓണററി അംഗങ്ങളുണ്ട്. 2019 ഇതേ ഗ്രൂപ്പിന്റെ പക്കൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ മോട്ടോർ ബൈക്ക് സ്വീകരിച്ചിരുന്നു. അമേരിക്കൻ സ്ട്രീറ്റ് ബൈക്സിന്റെ 110-ാം വാർഷികത്തോടനുബന്ധിച്ച് 2013 ഫ്രാൻസിസ് മാർപ്പാപ്പ 2 ഹാർലി ഡേവിഡ്സൺ ബൈക്കുകളും ബൈക്ക് ജാക്കറ്റും സ്വീകരിച്ചിരുന്നു. 2014 പാപ്പായുടെ ഉപ്പും ജാക്കറ്റും ബൈക്കും കൂടി ലേലത്തിന് വിറ്റുപോയത് $350,000 ചരിത്രത്തിൽ ഏറ്റവും കൂടുതലായി ആദരിക്കപ്പെടുന്ന മധ്യകാല മാർപ്പാപ്പമാരിൽ ഒരാളാണ് വിശുദ്ധ ഗ്രിഗറി ദി ഗ്രേറ്റ്. അദ്ദേഹത്തിൻ്റെ ചില വിശേഷങ്ങളിലൂടെ കടന്നുപോകാം. മാർപ്പാപ്പമാർ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദാസനാണ് എന്നൊരു പ്രയോഗം നിലവിലുണ്ട്. ഉന്നത നേതൃസ്ഥാനം വഹിക്കുന്നവർ എല്ലാവരിലും അവസാനത്തെയാളും എല്ലാവരുടെയും ദാസനുമായിരിക്കണമെന്ന ക്രിസ്തുവചനത്തെയാണ് ഈ പ്രയോഗം അർത്ഥമാക്കുന്നത്. ഈ പ്രയോഗം ആദ്യമായി നടത്തിയതും പ്രചാരത്തിലാക്കിയതും ആരാണെന്നറിയാമോ? വിശുദ്ധ ഗ്രിഗറി ദി ഗ്രേറ്റ്. കുലീനമായ റോമൻ കുടുംബത്തിൽ 6-ാം നൂറ്റാണ്ടിലായിരുന്നു ഗ്രിഗറി ദി ഗ്രേറ്റിൻ്റെ ജനനം. കലയിലും നിയമത്തിലും മികച്ച അറിവ് നേടിയ അദ്ദേഹം ചെറുപ്പം മുതൽക്കേ വിശ്വാസിയുമായിരുന്നു. പ്രത്യേകിച്ച് അമ്മയുടെ ഭക്തജീവിതം അദ്ദേഹത്തെ ആഴത്തിൽ സ്വാധീനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽക്കേ ദൈവവഴികളിലേക്ക് ഗ്രിഗറി ആകർഷിതനായി. 3 വർഷത്തെ കർശനമായ സന്യാസ ജീവിതത്തിൽ മുഴുകിയ അദ്ദേഹത്തെ മാർപ്പാപ്പ നേരിട്ടാണ് റോമിലെ ഡീക്കൻ സ്ഥാനം ഏറ്റെടുക്കാൻ വിളിച്ചത്. പിന്നീട് റോമിലെ പൗരപ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനും കിഴക്കൻ സഭയുടെ ദൈവശാസ്ത്രപരമായ തർക്കങ്ങൾ പരിഹരിക്കാനും റോമിൽ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് അദ്ദേഹം അയക്കപ്പെട്ടു. മാർപ്പാപ്പയുടെ പ്രതിനിധിയായി 6 വർഷം അവിടെ സേവനം അനുഷ്ഠിച്ചതിന് ശേഷം റോമിലേക്ക് മടങ്ങി. പോപ്പ് പെലാജീസിന്റെ മരണത്തെ തുടർന്ന് ആശ്രമത്തിൽ മഠാധിപതിയായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്ന ഗ്രിഗറി മനസ്സില്ലാ മനസ്സോടെ റോമിലെ മെത്രാൻ സ്ഥാനം ഏറ്റെടുത്തു. റോമൻ ആരാധനക്രമം, സഭയുടെ വിഷയങ്ങൾ, റോമിന്റെ സൈനിക സാമ്പത്തിക സുരക്ഷ, പടിഞ്ഞാറൻ യൂറോപ്പിൽ സഭയുടെ വ്യാപിച്ച സ്വാധീനം എന്നിവ പരിഷ്കരിക്കുന്നതിനും ഉറപ്പിക്കുന്നതിനും പോപ്പ് ഗ്രിഗറി അക്ഷീണം പ്രവർത്തിക്കാൻ തുടങ്ങി. ബെനഡിക്റ്റൈൻ സമൂഹത്തെ ശക്തമായി പിന്തുണച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. നിരവധി മിഷണറിമാരെ ഇംഗ്ലണ്ടിലേക്ക് അയച്ച അദ്ദേഹം ഇംഗ്ലണ്ടിനെ ക്രിസ്തീയവൽക്കരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. 604 അദ്ദേഹം ദിവംഗതനായി. ഒരു മാർപ്പാപ്പ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണമെന്ന് ലോകത്തിന് ആദ്യമായി വ്യക്തമായ ദർശനം നൽകിയത് ഗ്രിഗറി ദി ഗ്രേറ്റ് ആയിരുന്നു. ലിയോ 14 പാപ്പയുടെ സെപ്റ്റംബറിലെ പ്രത്യേക പ്രാർത്ഥനാ വിഷയം പ്രസിദ്ധപ്പെടുത്തി. എല്ലാ സൃഷ്ടികൾക്കുമായുള്ള നമ്മുടെ നല്ല ബന്ധത്തിന് എന്നതാണ് ഈ മാസത്തെ പ്രാർത്ഥനാ വിഷയം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ചാണ് ഈ വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത്.
ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരും സ്നേഹത്തിനും ബഹുമാനത്തിനും യോഗ്യരുമായ എല്ലാ സൃഷ്ടികളുമായുള്ള നമ്മുടെ പരസ്പര ആശ്രിതത്വം നമുക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. പോപ്സ് വേൾഡ് വൈഡ് പ്രയർ നെറ്റ്വർക്ക് പുറത്തുവിട്ട വീഡിയോയിൽ പാപ്പ പറഞ്ഞു. Is surrounded by your care. Like St. Francis of Assisi, today we too want to say, praise be you, my Lord. Through the beauty of creation, you reveal yourself as a source of goodness. റോം രൂപതയുടെ അജപാലന വർഷത്തിൻ്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 19 ലയോ 14 പാപ്പ നിർവഹിക്കും. അന്നേ ദിവസം വൈകുന്നേരം പ്രാദേശിക സമയം 6 മണിക്ക് രൂപതാ കത്തീഡ്രലായ സെൻറ്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയിലായിരിക്കും ചടങ്ങുകൾ നടക്കുന്നത്. ഇടവക വികാരിമാർ, സഹവികാരിമാർ, റെക്ടർമാർ എന്നിവരും ഓരോ ഇടവകകളിൽ നിന്ന് 3 വിധമുള്ള അൽമായ പ്രതിനിധികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ഇനി റോം രൂപതയുടെ വിശേഷങ്ങൾ. ആഗോള കത്തോലിക്ക വിശ്വാസികളുടെ ആത്മീയ പിതാവും കത്തോലിക്ക സഭയുടെ തലവനുമായ മാർപ്പാപ്പായുടെ നേരിട്ടുള്ള അധികാരപരിധിയിലാണ് റോം രൂപത വരുന്നത്. കത്തോലിക്ക പാരമ്പര്യമനുസരിച്ച് റോം രൂപതയുടെ ആദ്യത്തെ ബിഷപ്പ് വിശുദ്ധ പത്രോസായിരുന്നു. റോം വികാരിയാത്ത്, വത്തിക്കാൻ സിറ്റിയിലെ ചെറിയ വികാരിയാത്ത് എന്നിങ്ങനെ റോം രൂപതയിൽ ഭൂമിശാസ്ത്രപരമായ 2 അധികാരപരിധികൾ ഉൾപ്പെടുന്നുണ്ട്. റോം രൂപതയുടെ കത്തീഡ്രൽ സെയിൻറ്റ് ജോൺ ലാറ്ററൻ ആർച്ച് ബസിലിക്കയാണ്. 881 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് രൂപത വ്യാപിച്ചു കിടക്കുന്നത്. അതിൽ തന്നെ 0.44 ചതുരശ്ര കിലോമീറ്റർ വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിലും ബാക്കിയുള്ളത് ഇറ്റലിയിലുമാണ്. റോം നഗരത്തിലെ ഓസ്റ്റിയ, പോർട്ടോ സാന്ത റൂഫിന എന്നീ ഭാഗങ്ങൾ റോം രൂപതയുടെ ഭാഗമാണ്. ആദ്യത്തെ മെത്രാൻ വിശുദ്ധ പത്രോസായിരുന്നു. റോം രൂപതയുടെ മെത്രാൻ പദവി അലങ്കരിച്ചവരിൽ ഒരാളൊഴികെ എല്ലാവരും റോമാക്കാരല്ലാത്തവരായിരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. റോമിൽ ജനിച്ച് റോമിലെ മെത്രാനായിത്തീർന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് 12 പിയൂസ് മാർപ്പാപ്പയായിരുന്നു. മാർപ്പാപ്പമാർക്ക് ലഭിക്കുന്ന പല സ്ഥാനപ്പേരുകളും റോമിൻ്റെ മെത്രാൻ എന്ന പദവിയിൽ നിന്നാണ് ലഭിച്ചിരുന്നത്. റോമിൻ്റെ രാജകുമാരൻ്റെ പിൻഗാമി, പടിഞ്ഞാറൻ പാത്രിയാർക്കീസ്, ദൈവദാസന്മാരുടെ ദാസൻ എന്നിങ്ങനെ പോകുന്നു ആ പട്ടിക. എന്നാൽ പോപ്പ് എന്ന പദവി ഔദ്യോഗിക പട്ടികയിൽ കാണപ്പെടുന്നുമില്ല. റോം രൂപതയ്ക്ക് സ്വന്തമായി 1219 വൈദികരുണ്ട്. എന്നാൽ മറ്റു രൂപതകളിൽ നിന്നായി 2331 പുരോഹിതന്മാരുമുണ്ട്. 2023 ജനുവരിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ റോം രൂപത പുനഃസംഘടിപ്പിക്കുകയുണ്ടായി. രൂപതാ വികാരി ജനറലിൻ്റെ പങ്ക് വളരെയധികം പരിമിതപ്പെടുത്തുകയും പ്രധാനപ്പെട്ട സംരംഭങ്ങളോ സാധാരണ ഭരണനിർവഹണത്തെ കവിഞ്ഞ കാര്യങ്ങളോ തന്നെ അറിയിക്കാതെ ഏറ്റെടുക്കരുത് എന്ന നിയമവും പാപ്പ കൊണ്ടുവന്നിരുന്നു. പുതുതായി നിയമിതരായ മെത്രാന്മാർക്കായുള്ള പ്രത്യേക കോഴ്സ് വത്തിക്കാനിൽ ആരംഭിച്ചു. സെപ്റ്റംബർ 11 അവസാനിക്കുന്ന ഈ കോഴ്സിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 192 മെത്രാന്മാർ പങ്കെടുക്കുന്നുണ്ട്. 78 മെത്രാന്മാർ സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രത്യേക കോഴ്സിലും 114 പേർ രൂപതാ മെത്രാന്മാർക്ക് വേണ്ടിയുള്ള കോഴ്സിലുമാണ് പങ്കെടുക്കുന്നത്. പൗരസ്ത്യ സഭയിലെ 5 മെത്രാന്മാരും റോമൻ കൂരിയായിൽ സേവനമനുഷ്ഠിക്കുന്ന 5 മെത്രാന്മാരും ഇതിൽ ഉൾപ്പെടുന്നു. പുതുതായി നിയമിതരായ മെത്രാന്മാരെ സമാപന ദിവസം ലിയോ 14 പാപ്പ സ്വീകരിക്കുകയും അവരുമായി സംസാരിക്കുകയും ചെയ്യും. മെത്രാന്മാർക്ക് പഠന സെമിനാർ നൽകുന്ന പതിവ് സഭയിൽ ആരംഭിച്ചിട്ട് 30 വർഷം കഴിഞ്ഞിട്ടുണ്ട്. മെത്രാന്മാരെ അവരുടെ പുതിയ ദൗത്യം വിജയപ്രദമായി നയിക്കാൻ സഹായിക്കുന്നതാണ് കോഴ്സ്. അഗസ്റ്റീനിയൻ സമൂഹത്തിൻ്റെ ജനറൽ ചാപ്റ്ററിനോട് അനുബന്ധിച്ച് റോമിലെ വിശുദ്ധ അഗസ്റ്റീൻ്റെ ദേവാലയത്തിൽ അർപ്പിച്ച ഉദ്ഘാടന ദിവ്യബലിയിൽ ലയോ 14 പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. എല്ലാ ഭാഷകളും മനസ്സിലാക്കാനോ സംസാരിക്കാനോ ഉള്ള വരം നമുക്ക് ലഭിച്ചിരിക്കണമെന്നില്ല. എന്നാൽ മറ്റുള്ളവരെ കേൾക്കാനും എളിമ ഉള്ളവരായിരിക്കാനുമുള്ള വരവും അഗസ്റ്റീനിയൻ സമൂഹത്തിലും സഭയിലും ലോകമെമ്പാടും ഐക്യം വളർത്താനുള്ള വരവും ലഭിക്കുന്നതിനായി പരിശാരൂപിയോട് പ്രാർത്ഥിക്കണമെന്ന് മാർപ്പാപ്പ സഭാംഗങ്ങളെ ഓർമ്മിപ്പിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അഗസ്റ്റീനിയൻ സമൂഹം ഒരുക്കിയ അത്താഴ്വിരുന്നിലും പാപ്പ പങ്കെടുത്തു. സംഘർഷങ്ങളുടെയും യുദ്ധങ്ങളുടെയും പശ്ചാത്തലത്തിൽ പരിശുദ്ധ സിംഹാസനം നടത്തുന്ന ഇടപെടലുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടാവുമെന്ന് ലോകം ചർച്ച ചെയ്യുന്ന ഒരു കൂടിക്കാഴ്ച കഴിഞ്ഞ ആഴ്ച വത്തിക്കാനിൽ നടന്നു. ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ. സെപ്റ്റംബർ 4 ലയോ 14 മാർപ്പാപ്പ അപ്പസ്തോലിക് പാലസിൽ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിനെ സ്വീകരിച്ചതായിരുന്നു പ്രസ്തുത സംഭവം. ബന്ദികളെ മോചിപ്പിക്കൽ, മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള ക്രൈസ്തവ സമൂഹങ്ങളുടെ സംരക്ഷണം, യഹൂദവിരുദ്ധയെ ചെറുക്കൽ തുടങ്ങിയവയെല്ലാം ചർച്ചയിൽ പ്രധാന വിഷയങ്ങളായി. മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇസ്രായേൽ പ്രസിഡന്റ് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാട്രോ പരോളിനെ കാണുകയും വത്തിക്കാൻ ലൈബ്രറി സന്ദർശിക്കുകയും ചെയ്തു. യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ വത്തിക്കാൻ നയതന്ത്രത്തിന് ഈ വിഷയത്തിൽ എന്തുമാത്രം ഇടപെടുവാൻ കഴിയും? വത്തിക്കാന്റെ സമ്മർദ്ദം യുദ്ധങ്ങൾക്ക് വിരാമം കുറിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. യുദ്ധവുമായി മുന്നോട്ട് പോകുന്ന ഇരുപക്ഷമായും നേരിട്ട് ബന്ധം പുലർത്തുവാൻ കഴിയുന്ന വ്യക്തിയാണ് ലയോ 14 പാപ്പ. ഗാസയിലെ ഹോളി ഫാമിലി ദേവാലയ കോമ്പൗണ്ടിൽ ജൂലൈ 18 ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും മറ്റുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തപ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി പാപ്പ ബന്ധപ്പെട്ടിരുന്നു. വെടിനിർത്തലിനും ആരാധനാലയങ്ങളുടെ സംരക്ഷണത്തിനും
വേണ്ടി പാപ്പ അഭ്യർത്ഥിക്കുകയും ചെയ്തു. 3 ദിവസങ്ങൾക്ക് ശേഷം പാലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായും പാപ്പ സംസാരിച്ചു. അന്ന് സാധാരണക്കാരുടെയും പുണ്യസ്ഥലങ്ങളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് പാപ്പ ആവശ്യപ്പെട്ടിരുന്നു. പോളണ്ടിന്റെ പ്രസിഡന്റ് കരോൾ നവ്രോക്കിയായിരുന്നു കഴിഞ്ഞ ആഴ്ച വത്തിക്കാനിലെത്തിയ മറ്റൊരു വിശിഷ്ട വ്യക്തി. പാപ്പയും കരോൾ നവ്രോക്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ പോളണ്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥകൾ, യുക്രൈൻ യുദ്ധം, യൂറോപ്പിന്റെ സുരക്ഷിതത്വം എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ അന്താരാഷ്ട്ര വിഷയങ്ങൾ ചർച്ച ചെയ്തു. ജൂബിലി വർഷാരംഭം മുതൽ ഇതുവരെ വത്തിക്കാനിലെത്തിയത് 24 ദശലക്ഷം തീർത്ഥാടകർ. 25 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ജൂബിലി വർഷത്തിൽ 30 ദശലക്ഷം തീർത്ഥാടകർ എത്തിച്ചേരുമെന്നാണ് വത്തിക്കാൻ പ്രതീക്ഷിക്കുന്നത്. വരും മാസങ്ങളിലെ തീർത്ഥാടകരുടെ എണ്ണം കൂടി പരിഗണിക്കുമ്പോൾ വത്തിക്കാന്റെ കണക്കുകൂട്ടലുകൾ കൃത്യമായിരിക്കുമെന്നാണ് കരുതുന്നത്. വിശുദ്ധ വർഷാചരണവുമായി ബന്ധപ്പെട്ട വിവിധ തീർത്ഥാടന പദ്ധതികളും വത്തിക്കാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കാനും അവസരമുണ്ട്. വളരെ കുറഞ്ഞ കാലം മാത്രം മാർപ്പാപ്പയായിരുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഉത്തരം ജോൺ പോൾ ഒന്നാമൻ പാപ്പ എന്നായിരിക്കും. കാരണം 33 ദിവസങ്ങൾ മാത്രമേ അദ്ദേഹം മാർപ്പാപ്പ പദവിയിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിനേക്കാൾ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം സഭയെ നയിച്ച ഒരു മാർപ്പാപ്പയുണ്ടായിരുന്നു. സ്ഥാനാരോഹണത്തിന് ശേഷം വെറും 27 ദിവസങ്ങൾക്കുള്ളിൽ മരണമടഞ്ഞ പാപ്പയായിരുന്നു ലയോ 11 മാർപ്പാപ്പ. 1605 ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 27 വരെയായിരുന്നു പോപ്പ് ലയോ 11 പാപ്പാകാലം. ക്ലെമന്റ് 8 പാപ്പയുടെ പിൻഗാമിയായിട്ടായിരുന്നു ലയോ 11 പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടത്. പിസ്റ്റോയ ബിഷപ്പ്, ഫ്ലോറൻസിലെ ആർച്ച് ബിഷപ്പ്, ഫ്രാൻസിന്റെ പേപ്പൽ പ്രതിനിധി, കർദിനാൾ പ്രിഫെക്ട് എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിച്ചതിനു ശേഷമാണ് 1605 കോൺക്ലേവിൽ അടുത്ത പാപ്പയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 70 വയസ്സായിരുന്നു. സ്ഥാനാരോഹണ ചടങ്ങുമായി ബന്ധപ്പെട്ട ശാരീരിക അസ്വസ്ഥതകൾ പാപ്പയെ ക്ഷീണിതനാക്കിയിരുന്നു. വൈകാതെ പനി പിടിച്ചു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. 1605 ഏപ്രിൽ 27 ലയോ 11 പാപ്പ ദിവംഗതനായി. പിൻഗാമിയായി പോൾ 5 മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടു. വത്തിക്കാൻ ഡയറിയിലെ അവസാന പേജ് വത്തിക്കാനിൽ നടന്ന ഒരു സുപ്രധാന സംഭവത്തെക്കുറിച്ചുള്ള വിവരണമാണ്. വാഴ്ത്തപ്പെട്ടവരായ കാർലോ അക്യൂട്ടിസിനെയും പിയർ ജോർജിയോ ഫ്രസാത്തിയെയും ലയോ 11 പാപ്പ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 7 പ്രാദേശിക സമയം രാവിലെ 10 മണിക്ക് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ആയിരങ്ങൾ സാക്ഷി നിൽക്കുകയാണ് കൗമാര യുവനങ്ങൾക്ക് മാതൃകയായി കാർലോയെയും ഫ്രസാത്തിയെയും ലയോ 11 പാപ്പ വിശുദ്ധരായി പ്രഖ്യാപിച്ചത്. ഇറ്റലിക്ക് മാത്രമല്ല ആഗോള സഭയ്ക്കും ലോകം മുഴുവനും ഇന്നേ ദിവസം സവിശേഷ ദിനമാണെന്ന് ലയോ 11 പാപ്പ പറഞ്ഞു. ലയോ 11 പാപ്പ നടത്തിയ ആദ്യത്തെ വിശുദ്ധപദ പ്രഖ്യാപനം കൂടിയായിരുന്നു ഇത്. ലത്തീൻ ഭാഷയിലായിരുന്നു പാപ്പ വിശുദ്ധപദ പ്രഖ്യാപനം നടത്തിയത്. സോളമൻ രാജാവിനെ പോലെ ദൈവത്തിന്റെ പദ്ധതികളെ പിന്തുടരുകയും ലൗകികമായ മറ്റെല്ലാ സന്തോഷങ്ങളെയുംക്കാൾ യേശുവുമായുള്ള സൗഹൃദത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തവരായിരുന്നു വിശുദ്ധ കാർലോയും വിശുദ്ധ ഫ്രസാത്തിയും. പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്ന ശക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് യാതൊരു വിസമ്മതവും കൂടാതെ സ്വയം ത്യജിക്കുന്നവരായി മാറാൻ ഇവർ നമ്മെ ക്ഷണിക്കുന്നു. വിശുദ്ധ കാർലോയും വിശുദ്ധ ഫ്രസാത്തിയും നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് വലിയൊരു മാതൃകയും പ്രചോദനവുമാണ്. ജീവിതം പാഴാക്കാതെ ഉന്നതങ്ങളിലേക്ക് നോക്കി സ്വന്തം ജീവിതത്തെ ഓരോ മാസ്റ്റർ പീസുകളാക്കാൻ അവർ നമ്മെ ക്ഷണിക്കുന്നു. സാധാരണ സാഹചര്യങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും അവർ തങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ചുവെന്നതാണ് അവരുടെ വിജയരഹസ്യം, പാപ്പ പറഞ്ഞു. ഇത്തവണത്തെ വിശുദ്ധ പദ പ്രഖ്യാപനം അപൂർവതകളോട് കൂടിയതുമായിരുന്നു. വിശുദ്ധരായി ഉയർത്തപ്പെടുന്ന വ്യക്തികളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും പ്രസ്തുത ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് സാധാരണമല്ല. കാരണം വിശുദ്ധരുടെ മരണത്തിന് വർഷങ്ങളും ചിലപ്പോൾ നൂറ്റാണ്ടുകൾക്കും ശേഷമായിരിക്കും വിശുദ്ധ പദ പ്രഖ്യാപനങ്ങൾ നടക്കുന്നത്. അപ്പോഴേക്കും ബന്ധുമിത്രാദികളും മരണമടഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഇത്തവണ നടന്ന വിശുദ്ധ പദ പ്രഖ്യാപനത്തിൽ വിശുദ്ധ കാർലോയുടെ മാതാപിതാക്കളായ ആൻഡ്രിയയും അന്റോണിയും ഇരട്ട സഹോദരങ്ങളായ മിഷേലും ഫ്രാൻസിസ്കയും ചടങ്ങിൽ പങ്കെടുത്തു. തിരുക്കർമ്മങ്ങളുടെ മധ്യേ വിശുദ്ധ ഗ്രന്ഥത്തിലെ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന നടത്തിയത് വിശുദ്ധ കാർലോയുടെ സഹോദരനാണ്. നീണ്ട നാളത്തെ ഒരുക്കങ്ങൾക്ക് ശേഷമാണ് വിശുദ്ധ കാർലോയുടെയും വിശുദ്ധ ഫ്രസാത്തിയുടെയും നാമകരണ പ്രഖ്യാപനം നടന്നത്. വിശുദ്ധ പദ പ്രഖ്യാപനത്തിന് ഒരുക്കമായി വലിയ ബാനറുകൾ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻവശത്ത് അനാച്ഛാദനം ചെയ്തിരുന്നു. ഈ നവവിശുദ്ധരോടുള്ള ആദരസൂചകമായി വത്തിക്കാൻ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുമുണ്ട്. ഇറ്റലിയിലെ സാൻ മരീനോ റിപ്പബ്ലിക്, മാൾട്ടയിലെ സോവറിൻ മിലിറ്ററി ഓർഡർ എന്നിവയുടെ സഹകരണത്തോടെയാണ് സ്റ്റാമ്പുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. വിശുദ്ധ പിയർ ജോർജിയോ ഫ്രസാത്തിയുടെ സ്റ്റാമ്പിലെ ചിത്രം പകർത്തിയിരിക്കുന്നത് വിശുദ്ധന്റെ കുടുംബാംഗം കൂടിയായ ചിത്രകാരനാണ്. വിശുദ്ധ കാർലോയുടെയും വിശുദ്ധ ഫ്രസാത്തിയുടെയും സ്റ്റാമ്പുകൾ 60,000 വീതമാണ് പുറത്തിറക്കിയിരിക്കുന്നത്. വിശുദ്ധ പദ പ്രഖ്യാപനം കഴിഞ്ഞതു മുതൽ സ്റ്റാമ്പുകൾ വിതരണം ചെയ്തു തുടങ്ങി. 2025 ഏപ്രിൽ 21 വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തെ തുടർന്ന് വിശുദ്ധ പദ പ്രഖ്യാപനം മാറ്റിവെക്കുകയായിരുന്നു.
വിശുദ്ധ ഫ്രസാത്തിയുടെ വിശുദ്ധ പദപ്രഖ്യാപനം യുവജന ജൂബിലിയോട് അനുബന്ധിച്ച് ഓഗസ്റ്റ് 3 നടത്താനായിരുന്നു തീരുമാനമെങ്കിലും പുതിയ സാഹചര്യത്തിൽ വിശുദ്ധ കാർലോയെയും വിശുദ്ധ ഫ്രസാത്തിയെയും ഒരേ ദിവസം തന്നെ വിശുദ്ധരെ പ്രഖ്യാപിക്കാൻ വത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് മരിച്ച് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വ്യക്തിയാണ് വിശുദ്ധ കാർലോ അക്യൂട്ടസ്. ലണ്ടനിൽ ജനിക്കുകയും മിലാനിൽ വളരുകയും ചെയ്ത കാർലോ 15-ാം വയസ്സിൽ ലുക്കീമിയ രോഗബാധിതനായിട്ടാണ് മരിച്ചത്. ചുരുങ്ങിയ തന്റെ ജീവിതത്തിനിടയിൽ സാധാരണ ജീവിത സാഹചര്യങ്ങളിലൂടെ ദൈവേഷ്ടം പൂർണ്ണമായി നിറവേറ്റി കടന്നുപോകാൻ കാർലോയ്ക്ക് സാധിച്ചു. ദിവ്യകാരുണ്യ ഭക്തിയും പാവങ്ങളോടുള്ള സ്നേഹവും കാർലോയുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായിരുന്നു. രോഗത്തിന്റെ സഹനങ്ങൾ പോലും അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ബെനഡിക്ട് 16-ാമൻ പാപ്പയ്ക്ക് കാഴ്ചവെക്കുകയാണ് കാർലോ ചെയ്തത്. കാർലോയെ പലതരത്തിലും അനുസ്മരിപ്പിക്കുന്ന ജീവിതമാണ് വിശുദ്ധ ഫ്രസാത്തിയുടേതും. ടൂറിൻ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയും കാത്തലിക് ആക്ഷൻ ലീഡറുമായ വിശുദ്ധ ഫ്രസാത്തി പർവ്വതാരോഹണം പോലെയുള്ളവ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. സമ്പന്നവും സമൂഹത്തിൽ സ്വാധീനശേഷിയുമുള്ള കുടുംബത്തിലായിരുന്നു ഫ്രസാത്തിയുടെ ജനനം. ഏറെ ആദരവ് നേടിയെടുക്കാൻ കഴിയുന്ന ഏത് ജോലി കിട്ടാനും സാഹചര്യമുണ്ടായിരുന്നിട്ടും പാവങ്ങൾക്കൊപ്പം ജോലി ചെയ്യുക എന്ന ആഗ്രഹത്തോടെ മൈനിങ് എഞ്ചിനീയറിംഗ് ആണ് ഫ്രസാത്തി തിരഞ്ഞെടുത്തത്. മണിക്കൂറുകളോളം ദിവ്യകാരുണാരാധനയിൽ പങ്കെടുക്കുകയും ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്തിരുന്നു. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയായിരുന്നു മറ്റൊരു പ്രത്യേകത. 1924 ജൂലൈ 4 മരണമടയുമ്പോൾ 24 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നുള്ളൂ. കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ലൗകികമായ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാതെ ദൈവത്തിന് വേണ്ടിയും വിനിയോഗിക്കാമെന്ന പുതിയ കാലത്തോട് പറഞ്ഞു തന്ന വ്യക്തിയാണ് വിശുദ്ധ കാർലോ അക്യൂട്ടസ്. സ്വർഗത്തിലേക്കുള്ള ഹൈവേയാണ് വിശുദ്ധ കുർബാന എന്നായിരുന്നു വിശുദ്ധ കാർലോയുടെ വിശ്വാസം. ജപമാലയിലൂടെ പരിശുദ്ധ അമ്മയോട് വ്യക്തിപരമായ അടുപ്പവും സ്നേഹവും പുലർത്തുകയും ചെയ്തിരുന്നു. 2006 ഒക്ടോബർ 12 ലുക്കീമിയ രോഗബാധിതനായി മരിക്കുമ്പോൾ 15 വയസ്സായിരുന്നു വിശുദ്ധ കാർലോയുടെ പ്രായം. വൈദികനോ സന്യാസിയോ ആയിത്തീരാതെ വിശുദ്ധരായി ജീവിക്കാമെന്ന് തെളിയിച്ചു തന്ന ഈ പുതിയ വിശുദ്ധർ നമ്മുടെ കാലഘട്ടത്തിൻ്റെ പുതിയ പ്രചോദനങ്ങളാണ്. ഈ ആഴ്ചയിലെ വത്തിക്കാൻ ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.